ബംഗാളിൽ നിയമ വിദ്യാർത്ഥിനി പീഡനത്തിനിരയായ സംഭവത്തിൽ പെൺകുട്ടിയുടെ മൊഴി പുറത്ത്. കാലു പിടിച്ചു കരഞ്ഞിട്ടും തൃണമൂൽ നേതാവ് മനോജിത് മിശ്ര വെറുതെ വിട്ടില്ലെന്ന് ഇര. ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലെത്തിക്കാൻ അപേക്ഷിച്ചെങ്കിലും അതും ചെയ്തില്ല. സെക്യൂരിറ്റി ഗാർഡിനെ ഭീഷണിപ്പെടുത്തുകയും കോളേജിന്റെ പ്രധാന ഗേറ്റ് പൂട്ടുകയും ചെയ്തു. എസ് ശ്രീകാന്ത് ചേരുന്നു വിവരങ്ങളുമായി. ശ്രീകാന്ത്, ബംഗാളിൽ നിയമ വിദ്യാർത്ഥിനി നേരിട്ടത് അതിക്രൂരമായ പീഡനം എന്ന് തന്നെയാണോ പെൺകുട്ടിയുടെ മൊഴിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? വിവരങ്ങൾ. രോഹിണി, ബംഗാളിൽ മമതാ ബാനർജിക്ക് കീഴിൽ പെൺകുട്ടികൾക്ക്, സ്ത്രീകൾക്ക് സുരക്ഷിതമായി ജീവിക്കാനാകാത്ത സാഹചര്യമാണ് എന്നുള്ള വിവരമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. കാരണം തൃണമൂൽ കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി വിഭാഗം നേതാവാണ്, അവിടം ഭരിക്കുന്ന പാർട്ടിയുടെ തന്നെ നേതാവാണ് ഇപ്പോൾ അവിടെ ഒരു നിയമ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചിരിക്കുന്നത്. അവരുടെ മൊഴി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അത്യധികം ഭീകരം എന്ന് മാത്രമേ ഇതിനെ പറയാനുള്ളൂ. കാരണം അതിൽ അവർ പറയുന്നത് ഇങ്ങനെയാണ്: താൻ കാല് പിടിച്ച് കരഞ്ഞിട്ടും തൃണമൂൽ നേതാവ് മനോജിത് മിശ്ര തന്നെ വെറുതെ വിട്ടില്ല എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. സെക്യൂരിറ്റി റൂമിൽ മനോജിത് മിശ്ര ഉപദ്രവിക്കുമ്പോൾ മറ്റ് രണ്ട് പ്രതികൾ കൂടി അത് നോക്കി നിന്നു എന്ന് ഇവർ മൊഴി നൽകിയിട്ടുണ്ട്. ഗുരുതരാവസ്ഥയിലായ തന്നെ ആശുപത്രിയിലെത്തിക്കാൻ അപേക്ഷിച്ചെങ്കിലും അതും ഉണ്ടായില്ല എന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു. സെക്യൂരിറ്റി ഗാർഡ് തന്നെ ഏതെങ്കിലും തരത്തിൽ രക്ഷിക്കാൻ സെക്യൂരിറ്റി ഗാർഡ് ശ്രമം നടത്തിയപ്പോൾ അയാളെ ഭീഷണിപ്പെടുത്തിയെന്നും കോളേജിൻ്റെ പ്രധാന ഗേറ്റ് പൂട്ടിയിട്ടെന്നും ഈ പെൺകുട്ടി ചൂണ്ടിക്കാണിക്കുന്നു. അതായത് ഈ പെൺകുട്ടിയെ മറ്റാരും തന്നെ ആശുപത്രിയിലേക്ക് മാറ്റരുത് എന്ന ഉദ്ദേശത്തോടു കൂടി ഇതിൻ്റെ മെയിൻ ഗേറ്റ് പൂട്ടിയിട്ടു എന്നുമാണ് ഈ പെൺകുട്ടിയുടെ മൊഴിയിൽ പറയുന്നത്. പീഡന ദൃശ്യങ്ങൾ പകർത്തുകയും അത് പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ഈ തൃണമൂൽ നേതാവ് ചെയ്തു എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ആ സംസ്ഥാനത്ത് തൃണമൂൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ അവിടെ ഒരു വിദ്യാർത്ഥി നേതാവ് ഇങ്ങനെയൊരു ചെയ്തി ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് നേരത്തെ ആർജിക്കർ മെഡിക്കൽ കോളേജിൽ സമാനമായ ഒരു സംഭവം നടന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഹോക്കി സ്റ്റിക്ക് വെച്ച് ക്രൂരമായി മർദ്ദിച്ചു എന്ന് ഈ പെൺകുട്ടി പറയുന്നു. തൻ്റെ മാതാപിതാക്കളെ കള്ളക്കേസിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ഈ ഇര പറയുന്നു. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, നേരത്തെ നമ്മൾ കണ്ട പ്രതിപക്ഷ പാർട്ടി നേതാക്കളെയൊക്കെ തന്നെ കള്ളക്കേസിൽ അടയ്ക്കുന്നതും ക്രൂരമർദ്ദനത്തിനിരയാക്കുന്നതും കൊന്നു കെട്ടിത്തൂക്കുന്നതുമൊക്കെ നമ്മൾ ബംഗാളിൽ കണ്ടിരുന്നു. CPIMൻ്റെ MLA പോലും കൊന്നു കെട്ടിത്തൂക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ ബംഗാളിൽ നിന്നും കണ്ടതാണ്. വലിയ വർഗീയ കലാപങ്ങൾ ബംഗാളിൽ നമ്മൾ കണ്ടു. ബംഗാളിൽ ക്ഷേത്രങ്ങൾ ആക്രമിക്കുന്നത് നമ്മൾ കണ്ടു. ഏറ്റവും ഒടുവിൽ ഒരു കാര്യം കൂടി വ്യക്തമാകുന്നത്, ആർജിക്കർ മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ സ്ത്രീ സുരക്ഷിതമല്ല ബംഗാൾ എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.